ശീലാവതിയെ മാണിക്യമംഗലത്ത് നിന്നും രാഹുലൻ വിളിച്ചു കൊണ്ടുപോകുന്നു. മതികരയുടെ ഫോൺ മനസ്സിന്റെ കയ്യിലാണെന്ന് തിരിച്ചറിയുന്ന ജലജ. ശീലാവതിയെ കാണുന്ന കുട്ടിമണിക്ക് സന്തോഷം. ശീലാവതിയെ അമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിർത്തുന്ന കുട്ടിമണി. ബാലൻ കുഞ്ഞുമണിയെ സ്നേഹിക്കുന്നത് സന്തോഷത്തോടെ കാണുന്ന സീത. തുടർന്ന് കാണുക. എന്റെ മനസ്സ് ജമ്പായി ആ ബാസ്റ്റിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഇന്നലെ രാത്രി മുഴുവൻ അയാൾ മതികലക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ 12:30 ആയപ്പോ അയാൾ ചോദിക്കുക എന്ത് ഡ്രസ്സാ ഇട്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് പിച്ചള എന്ത് മറുപടി കൊടുത്തു? ഞാൻ ഗുഡ് നൈറ്റ് എന്നങ്ങോട്ട് അടിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്തു. അത് വേണ്ടായിരുന്നു. എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കാൻ പാടില്ലായിരുന്നു. വേറൊരു കാര്യമുണ്ട് ഭായി, എന്ത് കാര്യസാധ്യത്തിനായാലും മതികല ഒരു ലെവല് വിട്ടിട്ട് ഇവന്റെ മുന്നിലൊന്നും താന്നു കൊടുക്കില്ല. ഇവനെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ അവൾക്കറിയാം. മെസ്സേജ് അയക്കുമ്പോഴും ആ ഒരു നിലവാരം നമ്മൾ കാണിച്ചില്ലെങ്കിൽ അയാൾ നമ്മളെ സംശയിക്കും. പിച്ചള പറഞ്ഞത് ശരിയാ. ബാസ്റ്റിന്റെ മനസ്സിരിപ്പ് വേറെയാണെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ ഭാര്യയുടെ മുമ്പിൽ ഇട്ട് തല്ലിയേനെ. രഞ്ജിനി പെങ്ങളെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ? ബാസ്റ്റിനെ ഒന്നുകൂടി വിളിപ്പിക്കുക. വരട്ടെ പിച്ചള. ബാസ്റ്റിനെ കൂടാതെ മതികലെ വിളിച്ചോണ്ടിരിക്കുന്നവർ 3 പേരാ. ജലജ, സഞ്ജു, ശിവ. ജലജയെ ഒഴിവാക്കി മറ്റ് 3 പേരുമായി അവക്കുള്ള കണക്ഷൻ ഇപ്പൊ എങ്ങനെയാണെന്ന് നമുക്കറിയണം. അതൊക്കെ രഞ്ജിനെ പഠിപ്പിച്ചിട്ട് മതി ആ കുട്ടിയുടെ അടുത്ത മിമിക്രി. പക്ഷേ അതുവരെ ഞാൻ ബാസ്റ്റിനെ ഇതേപോലെ നിലനിർത്തണ്ടേ, അതാ പാട്. എന്റെ ബായി വലിയ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിയില്ല. മതികലയുടെ നിലവാരമില്ലാന്ന് ബാസ്റ്റിന് സംശയം തോന്നരുതല്ലോ. ഈ സമയത്ത് അയാൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നത്തില്ല. മാഡം വലയിലായെന്ന് കരുതിയിരിക്കുക ബാസ്റ്റിൻ. അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അക്ഷരത്തെറ്റും മുഴുവൻ എഴുതാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ഫാഷൻ. വേണമെങ്കിൽ മെസ്സേജ് അയക്കാൻ ഞാനും സഹായിക്കും. രാത്രി ഇത്തിരി നേരം എനിക്ക് ഉറക്കം കിട്ടണമെങ്കിൽ ബായിയുടെ സഹായം വേണ്ടി വരും. നോക്കാം പിച്ചളെ. ശീലാവതിയല്ലേ? ഇവരങ്ങനെ ഇവിടെ എത്തി? ഇതെന്റെ പുതിയ ജോലിക്കാരിയാ, ശീലാവതി അന്തർജനം. ബായി അന്തർജനം പേര് കേട്ട ഇല്ലത്തെയാ. എന്താണ് ഇല്ലത്തിന്റെ പേര്? ഇവര് പേര് കേട്ട ഇല്ലത്താണെന്നോ? തട്ടിപ്പാമേ, ഇവരെനിക്കറിയാം. ഈ സ്ത്രീ ജോലിക്ക് ചെയ്യുന്ന വീട്ടിൽ നിന്നാ രാഹുലൻ കുട്ടൂനെ തട്ടിക്കൊണ്ടുവന്നേ. നേരാണോടി? നേരാ മാതാശ്രീ. കള്ളം പറഞ്ഞ് എന്നെ ഇവിടെ കയറ്റിയത് രാഹുലനാ. എന്തിന്? ഈ നിൽക്കുന്ന മനസ്സിജനും പിച്ചളയും കള്ളന്മാരും മാംസം കഴിക്കുന്നവരുമാണെന്ന് വരുത്തി തീർക്കാൻ. ഇവരെ ഈ കോളനിയിൽ നിന്ന് പുകച്ചു പുറത്തിയടിക്കാൻ. ഓ, അപ്പൊ ആ ഉദ്ദേശമായിട്ടാണ് വരവ് അല്ലേ? കൊള്ളാം. ഈ കോളനിയിൽ നിന്ന് ഓടാൻ പോകുന്നത് ഇവരല്ല, നീയാ. അയ്യോ അയ്യോ മാതാശ്രീ, ചതിക്കരുത്. കുഞ്ഞുകുട്ടി പരാധീനതകൾ ഉള്ളതാ. വലിയ ശമ്പളമുള്ള ജോലി കളഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ചാടിയത്. പച്ച കള്ളായി പറയണത്. 2 മാസമായിട്ട് ജലജ ശമ്പളം കൊടുക്കാറില്ലെന്ന് ഇവരെ എന്നോട് പറഞ്ഞിട്ടുള്ള. ഓഹോ, നിങ്ങളെ ഞാൻ പെങ്ങളെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടാ പിച്ചളെ, എന്നോട് ഇങ്ങനെ ഒന്നും പറയരുത്. ഒന്നുമില്ലേലും മാണിക്യമംഗലത്ത് കുട്ടിമണിയെ കാണാൻ നീ കയറിയപ്പോ ഞാനല്ലേ നിന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത്. ഇതാ ഇവരുടെ കുഴപ്പം. 2 വള്ളത്തിൽ ഇവർ ചവിട്ടും. നമുക്കൊപ്പം നിൽക്കുമ്പോ നമ്മുടെ കൂടെ, അവനൊപ്പം നിൽക്കുമ്പോ അവന്റെ കൂടെ. ആ സ്വഭാവം ഒക്കെ ഞാൻ മാറ്റി മനസ്സിലാ. ഞാനിപ്പോ ആകെ ഒരാളുടെ കൂടെ മാത്രമേ നിൽക്കൂ. അതെന്റെ കുട്ടിമണിയുടെ കൂടെയാ. കുട്ടിമണിയോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രാഹുലിന്റെ അച്ചാരം വാങ്ങി എന്നെ തുരത്താൻ വരില്ലായിരുന്നു. നിങ്ങൾക്കറിയില്ലേ അവളെന്റെ ഭാര്യയാണെന്ന്, കുഞ്ഞുമണിയുടെ അമ്മയാണെന്ന്? അറിയാം. പക്ഷേ അവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയല്ലോ എന്നോർത്തോണ്ടാ. മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക അടുപ്പമുള്ളവർ ചെയ്യേണ്ടത്. അല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിച്ച് എന്നെ അവളെ തമ്മിൽ കൂടുതൽ അകറ്റിയല്ല. ഇനി കൂടുതൽ സംസാരം ഒന്നും വേണ്ട. ഇന്ന് തന്നെ ബാഗ് എടുത്ത് ഇറങ്ങിക്കൊള്ളണം. ബ്രഹ്മശ്രീ മംഗലത്ത് നിന്നെ കണ്ടുപോകരുത്. മാതാശ്രീ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. വന്നത് മുതൽ നീ മഹേഷിനെ കുറിച്ച് യേശുവിനെ കൂട്ടുകയാ. അതും ആ രാഹുലൻ പറഞ്ഞിട്ടായിരിക്കും. അവന് അളിയനെ കാണുന്ന ഇഷ്ടമല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഏഷണിയൊന്നും അല്ല മാതാശ്രീ. അയാൾ നോവിനെ കോഴിമാംസം പാകപ്പെടുത്താൻ നിർബന്ധിക്കുന്നുണ്ട്. അതും ഈ ഇല്ലത്ത് വെച്ച്. ഇവിടെ കോഴിമാംസം വെച്ചാ അതിന്റെ പേരിൽ രാഹുലിന് മനസ്സ് ചില പുറത്താക്കാമല്ലോ. അയാൾ ഇന്നലെ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നു. പറ്റത്തില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. പക്ഷേ പാചകം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവരെ കൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ടോ കണ്ടോ, അവൻ കൂറുമാറി മാതാശ്രീ. അവനിപ്പോ രാഹുലിന്റെ ഭാഗത്താ. ഇങ്ങ് വരട്ടെ, അവന് ഞാൻ വച്ചിട്ടുണ്ട്. അവൻ കൂറുമാറിയ സ്ഥിതിക്ക് എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എടുത്തൂടെ മാതാശ്രീ? രാഹുലിനെയും കുട്ടിമണിയും തെറ്റിച്ച്
അവളെ മനസ്സിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ ഞാൻ. നീ വിചാരിച്ച അതൊക്കെ നടക്കും? നടക്കും. എനിക്കിത്തിരി സമയം തന്നാൽ മാത്രം മതി. ഇവരാത്മാർത്ഥായിട്ട് വിചാരിച്ചാൽ നടക്കും. ഇത്രയും കൊനഷ്ട പിടിച്ചൊരു തള്ള ഈ ലോകത്ത് വേറെ കാണില്ല. എന്തായാലും ഞാൻ ഒന്നും കൂടി ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഓ, ശീലാവതി വന്നിട്ടും ഈ വീട്ടിൽ പിന്നെ വന്നോ? ശരിപ്പെടുത്തി ഞാൻ രണ്ടിനെ. കുട്ടിമണി, നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു. എന്നെ കാണണമെങ്കിലേ രാഹുലിന്റെ വീട്ടിൽ വരണം, അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവൻ എന്റെ വല്ലതും ഇരിക്കുന്നോ? നീ ദേഷ്യപ്പെടാതെ കുട്ടുമണി, ഞാൻ ശീലാവതിയെ ഇവരെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. ഇവര് കള്ളന്മാരാന്ന് ഈ ശീലാവതിക്ക് അറിയാം, ഇല്ലേ? ഇല്ലേന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ? താത്വികമായ അലവോകന നാക്കുടക്കിയല്ലോ. നിങ്ങൾ കൂടുതൽ അവലോകിക്കണ്ട. ഞങ്ങൾ കള്ളന്മാരാണോ അല്ലയോ അത് പറ. കുട്ടിമണി പെങ്ങളുടെ മുന്നിൽ വെച്ച് പറ. പറയടി. കുട്ടിമണി, ഇവര് കള്ളന്മാരാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ കാര്യങ്ങളുടെ സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടത്. ഇവര് കള്ളന്മാരല്ല, ഡീസന്റ് പാർട്ടീസാ. ഓഹോ, അപ്പൊ നിങ്ങൾ കല്ലിയല്ലേ? അയ്യോ അല്ല, ഞാൻ പണ്ടേ ഡീസന്റാ മോളെ. മിണ്ടരുത്, കൊല്ലില്ലേ? അമ്മേ, മര്യാദക്ക് ഇവരെ രണ്ടുപേരോട് ഇറക്കി വിട്. അങ്ങനെ അവരെ ഇറക്കി വിടാനൊന്നും പറ്റില്ല മോളെ. ഞങ്ങൾ തമ്മിൽ കരാറിൽ ഒപ്പിട്ടതാ. 11 മാസത്തേക്കാ എഗ്രിമെന്റ്. അതൊന്നും എനിക്ക് അറിയണ്ട. അമ്മ ഇപ്പൊ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഇറക്കി വിടും. കാണോ? അയ്യോ മോളെ. മോളെ കുട്ടിമണി, അഭിമുഖമൊന്നും കാണിക്കല്ലേ. ഞാൻ നീ ഒരു മരമാതിരി. അയ്യോ, പോടാ, ഇറങ്ങി പോടാ, ഇറങ്ങി പോ, നിന്നെ കൊല്ലും. പോടാ, പോ. പെങ്ങളെ എന്താ അവിവേകായി കാട്ടുന്നത്? മാതാശ്രീ, കുട്ടിമണി ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്ത. കള്ളനോ? ഇറങ്ങിക്കോടെ ഇവിടുന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയായി കാണുന്നു. അയ്യോ, എന്താ പ്രശ്നം? മല്ലവരുടെ വീട്ടുമുറ്റത്ത് കയറരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? രാഹുല, അയ്യോ, രാഹുല, ഈ അമ്മയുടെ പണി കണ്ടോ? ശീലാവതി ഇവിടെ കൊണ്ടുവന്നു. അതിനെന്താ? അവരുടെ ഇഷ്ടമല്ലേ കുട്ടിമണി അത്? അവരുടെ വീട്, അവരുടെ വാടകക്കാര്, അവരുടെ ജോലിക്കാര്, എന്താന്ന് വെച്ചാൽ അവര് ചെയ്തോട്ടെ. നമ്മൾ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇവരെ ഇറക്കി വിടാൻ പറഞ്ഞിട്ട് ഈ അമ്മ കേൾക്കുന്നില്ല. ഈ അമ്മക്ക് എന്നെ ഇഷ്ടമല്ല. എന്തിനാ കുട്ടിമണി നിന്റെ ആരും അല്ലാത്തവര് നിന്നെ ഇഷ്ടപ്പെടുന്നേ? നിനക്ക് ഞാനില്ലേ? അതുപോലെ നിനക്ക്. കരയണ്ട കേട്ടോ, കരയല്ലേ, ഇങ്ങനെ കരയല്ലേ കുട്ടിമണി. കരയണ്ട മോളെ, പോട്ടെ 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 ബായ്. പോട്ടെ കുട്ടിമണി, കരയാതെ. വേണ്ട ബായ്. നമുക്ക് പോവാം കുട്ടിമണി. വാ കുട്ടിമണി, വാ പോവാം. വാ. അവനെ വെട്ടിക്കീറാനുള്ള കലി ഉണ്ടായിരുന്നു എനിക്ക്. ബായിയെ കാണിക്കാൻ വേണ്ടിയിട്ടാ കുട്ടിമണി പെങ്ങളെ അവൻ ചേർത്ത് പിടിച്ചത്. അറിയാൻ പറ്റലേ, ഇത്തരം ഒരുപാട് കാഴ്ചകൾ പ്രതീക്ഷിച്ച് തന്നെയാ ഞാനിതിനിറങ്ങി പുറപ്പെട്ടത്. പിടിച്ചു നിൽക്കണം, നിന്നേ പറ്റൂ. വിഷമിക്കാതെ. ഇനി അധികകാലം സങ്കടപ്പെടേണ്ടി വരില്ല. അവളെ ഞാൻ രാഹുലിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് മനസ്സിനെ ഏൽപ്പിക്കും. ഈ ശീലാവതിയെ പറയുന്നു. ഇത് എങ്ങനെ കുട്ടുമണിയുടെ പിണക്കം മാറ്റും? അതൊക്കെ ഞാൻ ഏറ്റു മാതാശ്രീ. കുട്ടിമണിയുടെ വഴക്ക് തീർത്ത് ഞാൻ ബ്രഹ്മശ്രീ മംഗലത്തെത്തിച്ചോളാം. പോരെ? മതി. മനസ്സിജ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത്തിരി നടന്ന് പരിശീലിക്കണം. ഇനിയിപ്പോ എവളും ഉണ്ടല്ലോ. ശരിയമ്മേ, പോകാം ശീലാവതി. ഓ, ഒക്കെ കള്ളന്മാരാ. വാടകക്കാരും ശീലാവതിയും അമ്മയും ഒക്കെ. എന്നോട് ആർക്കും ഇഷ്ടമല്ല. രാഹുലിന് മാത്രമേ ഇഷ്ടമുള്ളൂ. ശീലാവതി ഇങ്ങോട്ട് കൊണ്ടുവന്ന രാഹുലിനല്ലേ? ഇന്ന് അങ്ങ് തിരിച്ചുകൊണ്ട് വിട്ടേക്ക്. ആ വലിയ രാക്ഷസി പിടിച്ച് തിന്നട്ടാ അപ്പയെ പഠിക്കത്തുള്ളൂ. അല്ല കുട്ടിമണി,
ശീലാവതി ചേച്ചി നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ശീലാവതി എന്തിനാ അവിടെ പോയത്? വാടകക്കാരെ ഓടിച്ചാനല്ലേ ശീലാവതി ഇവിടെ വന്നത്? എന്നിട്ട് അവിടെ വെച്ച് എന്നോട് പറയുവാ ആ വാടകക്കാര് ചീത്ത അല്ലാന്ന്. ശീലാവതി അവരുടെ ആളാ, അറിയാവോ? നോക്കിക്കോ, അവരെ ഞാൻ കൊല്ലും. അവരെ ശീലാവതി അല്ല, പൂതമാ, പൂതം. ശീലാവതിയെ നമ്മൾ ഏൽപ്പിച്ച ജോലി മനസ്സുജൻ അവിടുന്ന് തുരത്തുക എന്നുള്ളതാണ്. ആ ജോലി ചെയ്യണമെങ്കിൽ അവരാ വീടുമായിട്ട് അടുപ്പവും സ്ഥാപിക്കണം. അതുകൊണ്ട് അവിടെ പോയതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ മനസ്സുജൻ ചീത്തല്ലെന്ന് അവര് നിന്നോട് പറഞ്ഞതേ ഒട്ടും ശരിയായില്ല. ശരിയായല്ലോ. ആടാ ഞാൻ പറഞ്ഞത്, അവരെ കലക്കല കഴിച്ചുവാ. അവര് കല്ലിയാ, പേരും കല്ലി. എങ്കിലത് ചോദിച്ചിട്ടുള്ളൂ കുട്ടിമണി. ബാക്കി കാര്യം ഞാൻ അവർ ഇന്ന് തന്നെ കാണുന്നുണ്ട്. കാണുന്നുണ്ടാവില്ല, കാണണം. അവരോട് ചോദിച്ചണം നമ്മളെ എന്തിനാ പറ്റിച്ചേന്ന്. കുട്ടിമണി, ദേ വന്ന് ഭൂതം. ഭൂതോ? ഞാനോ? ഞാൻ നിന്റെ ശീലാവതി ചേച്ചിയല്ലേ കുട്ടിമണി? വാ, മാതാശ്രീ ബ്രഹ്മശ്രീ മംഗലത്ത് കാത്തിരിക്കുവാ. നീ വന്നിട്ടേ നടന്നു പരിശീലിക്കുന്ന മാതാശ്രീ പറയുന്നേ. വേണ്ട കുട്ടിമണിയെ ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെ രാഹുല? മനസ്സുജനെയും പിച്ചളയും ഇവിടുന്ന് പറപ്പിക്കണ്ടേ? നിങ്ങൾ പറപ്പിക്കാൻ പോകുന്നത് അവരെയാണോ അത് എന്നെ തന്നെയാണോ എന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചേ എന്തിനാ കുട്ടിമണിയോട് മനസ്സുജൻ ചീത്തയല്ലെന്ന് പറഞ്ഞത്? നിങ്ങളെന്താ ഡബിൾ പ്ലേ കളിക്കാണോ? രാഹുല, നീ ഇത്തരം കടുത്ത വർത്തമാനങ്ങളൊന്നും ഈ ചേച്ചിയോട് പറയല്ലേ മോനെ. ജലജയുടെ അടുത്തിറക്കിക്കൊണ്ടിരുന്ന നമ്പറൊന്നും എന്റെ മുമ്പിൽ കാണിക്കല്ലേ. നിങ്ങളുടെ മുതലക്കണ്ണീര് കണ്ട ഞാൻ വീഴുന്നും കരുതണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ രാഹുല, അത് കഴിഞ്ഞ് നീ തീരുമാനിക്കും ഞാൻ നിന്നെ ചതിച്ചോ ഇല്ലയോ എന്ന്. പറ. തന്ത്രപൂർവ്വം മനസ്സുജന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാനാ ഞാൻ മാതാശ്രീയുടെ കൂടെ അവിടേക്ക് പോയപ്പോ ഞാൻ അവരുടെ ആളാണെന്ന് പറയേണ്ടി വന്നു. അപ്പോഴാ കുട്ടിമണി കയറി വന്നത്. മനസ്സുജൻ ചീത്തയാണോന്ന് ഇവളുടെ മുന്നിൽ വെച്ച് ചോദിച്ചപ്പോ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടകം പൊളിഞ്ഞില്ലേ? അതുകൊണ്ടാ ഞാൻ ആ എരണം കെട്ടവൻ ചീത്തയല്ല എന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോ കുട്ടിമണിയെ നോക്കി ഞാൻ ദേ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചിരുന്നു. നീ അത് കണ്ടില്ലേ കുട്ടിമണി? കാണിച്ചു. 2 പ്രാവശ്യം കണ്ണടച്ച് കാണിച്ചു. ആദ്യം ഇടത്തെ കണ്ണ്, പിന്നെ വലത്തെ കണ്ണ്. നീ അത് ശ്രദ്ധിച്ചില്ലേ? ഇനി ആ സമയത്ത് നീ 2 കണ്ണും ഒരുമിച്ചടച്ചിരുന്നെങ്കിൽ ഒന്നും കണ്ടു കാണില്ല. ഈശ്വര, കുട്ടിമണിക്കും രാഹുലിനും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ശരിയല്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഇനി പഴയതുപോലെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. കുട്ടിമണിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഇനി ഈ വീടിനകത്ത് മതി. ബ്രഹ്മശ്രീ മംഗലത്തേക്ക് കുട്ടിമണിയെ നിങ്ങൾ കൊണ്ടുപോണ്ട. അയ്യോ, മാതാശ്രീക്ക് സങ്കടമാവും. ആ തള്ളയ്ക്ക് സങ്കടമാവുന്നുള്ള കാര്യം എനിക്കറിയാം. ഇവളെ ആ തട്ടിപ്പുകാരനോട് പറഞ്ഞുവിടാനാ അവരുടെ ശ്രമം. അത് നടന്നാലേ അവരുടെ സങ്കടം തീരൂ. നീ ധൈര്യമായിട്ടിരിക്കൂ രാഹുല, ഇവളെ നിനക്ക് തന്നെ കിട്ടും. ഈ ശീലാവതി ചേച്ചിയല്ലേ പറയുന്നത്? വാ കുട്ടിമണി, നീ പിണങ്ങിപ്പോയത് മുതലേ കരഞ്ഞുകൊണ്ടിരിക്കുക മാതാശ്രീ. ഇനി മനസ്സിന്റെ അടുത്തേക്ക് പോയില്ലെന്ന് വാക്ക് തന്നാൽ നിന്നെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു പോയി. അവര് വാക്ക് തന്നിട്ടുണ്ട്. വാക്കിന് വലിയ വില കൊടുക്കുന്ന ആളാ മാതാശ്രീ. അതെ അതെ അതെ. പക്ഷേ മനസ്സുജന് ബ്രഹ്മശ്രീ മംഗലത്തേക്ക് വരാമല്ലോ. അതായിരിക്കും ആ തള്ളയുടെ പുതിയ പദ്ധതി. അങ്ങനെ എങ്ങാനും വന്നാൽ ആ നിമിഷം കുട്ടിമണിയും കൊണ്ട് ഈ ശീലാവതി ഇറങ്ങും. പോരെ? എന്നെ വന്നാലും ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല. അമ്മ കരയട്ടെ, കുട്ടിമണി കുട്ടിമണിന്ന് വിളിച്ച് കരയട്ടെ. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വരൂ. അന്നേരം അമ്മ നടന്നാ മതി. ശീലാവതി അങ്ങ് പൊക്കോ. കുട്ടിമണി പറഞ്ഞത് അതിന്റെ ശരി. ആവശ്യമില്ലാത്തതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട കുട്ടിമണി അവരെ വെറുക്കുമെന്ന് ആ തള്ളൊന്ന് മനസ്സിലാക്കട്ടെ. എന്നാലേ അവരൊരു പാഠം പഠിക്കും. എങ്കിൽ പിന്നെ ഞാൻ പോയി പറയാം അല്ലേ? അതെ അതെ, അമ്മ കരയണ്ടെന്ന് പറഞ്ഞേക്കണേ. ഞാൻ പിന്നെ വരാം. പിന്നെ നടക്കണമെങ്കിൽ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഇവിടെ മുറ്റത്ത് നടത്തിച്ചോളാം. ശരി കുട്ടിമണി. എല്ലാം കറക്റ്റ് ആയിരുന്നു. നീ എന്തിനാ അവസാനം അങ്ങനെ പറയാൻ പോയത്? അവരെ കാര്യം നിനക്കെന്താ? അമ്മ പാവലാവൂല, കരഞ്ഞ എനിക്ക് സങ്കടം വരും. ശരി മാഡം, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി.
വലിയ ഉപകാരം. ശരി. സീതേ, 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 ആ ദാ വരുന്നു ബാലേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ദാ വരുന്നു. എന്താ ബാലേട്ടാ? അല്ല, ബാലേട്ടൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോവാണോ? ആ, 1-2 ആവശ്യങ്ങളുണ്ട് സീതേ. നിന്റെ ATM കാർഡ് ഒന്നതാ, കുറച്ച് പണം എടുക്കണം. എന്തിന്? ഓണം ഇങ്ങ് വരുമല്ലേ, പെയിന്റ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുക. ചെറിയ രീതിയിൽ നമുക്കൊന്ന് മിനുക്കണം. എല്ലാത്തിനും കാശ് വേണ്ടേ? ചെല്ല്. ഈ ഓണത്തോടെ കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമാകുമെന്ന് എന്റെ മനസ്സ് പറയോ. ചിങ്ങം പിറന്ന ഒരു നല്ല സമയം നോക്കി കുഞ്ഞുമണിയുടെ ചോറൂണ് നടത്തണം. തിരുവോണത്തിന്റെ അന്ന് കട വീണ്ടും തുറക്കണം എന്ന് എന്റെ ആഗ്രഹം. കോപ്പറേറ്റീവ് ബാങ്ക് കനിഞ്ഞ ആ മോഹം നടക്കും. ഈ ബോർഡ് മെമ്പർമാർ 1-2 പേര് വിചാരിച്ച കാര്യം വേഗം നടക്കും. ഇനി എന്നാ ബോർഡ് മീറ്റിംഗ്? ഈ 16 പറഞ്ഞത്. പാസ്സായ 2 ദിവസത്തിനുള്ളിൽ കാശ് കിട്ടും. പിന്നെ അങ്ങോട്ട് ഒരു ധൃതിയായിരിക്കും. മോളെ അപ്പച്ചമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനും കൂടി വരാൻ ബാലേട്ടാ. നമുക്ക് ഒരുമിച്ച് കട ശരിയാക്കി എടുക്കാം. പിൻ നമ്പർ അറിയാലോ അല്ലേ? ആ, അറിയാം. പിന്നെ ഒരു കാര്യം കൂടി സീതേ, സിജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുട്ടിമണി ഇപ്പൊ താമസിക്കുന്നത് രാഹുലൻ എന്നൊരു ചെറുപ്പക്കാരന്റെ വീട്ടിലാ. അവളെ വരുതിയിലാക്കാൻ വേണ്ടി കലയാ അവനെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. തന്ത്രപൂർവ്വം നീ അവളോടൊന്ന് സംസാരിച്ച് അവന്റെ താമസ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്തിനാ ബാലേട്ടാ? ഈ ഓണത്തിന് എല്ലാവരും വയലോരം വീട്ടിൽ വേണം സീതേ. കുട്ടിമണി നമ്മളെ തിരിച്ചറിയുന്നില്ലേ വേണ്ട. നമുക്കറിയാലോ അവളെ. ഞാൻ രാഹുലിനെ ചെന്ന് കാണാം. തിരുവോണത്തിന് കുട്ടിമണിയെ കൂട്ടി ഊണ് കഴിക്കാൻ വന്നെന്ന് അവനോട് ഞാൻ പറയാം. എങ്കിലിക്കാര്യം സിജനോട് പറഞ്ഞാ പോരെ? സിജന് രാഹുലിനെ നേരിട്ട് പരിചയമുണ്ടെന്നല്ലേ പറയുന്നത്? സിജനോട് ഞാൻ ചോദിച്ചു സീതേ, അവൻ വിവരങ്ങളൊന്നും തരില്ല. ഞാൻ അവിടെ പോയി ബഹളം വയ്ക്കുമെന്ന് പേടിയാവന്. അങ്ങനെ പേടിയുണ്ടെങ്കിൽ സിജനോടും കൂടി കൂടെ വരാൻ പറയണം. നടക്കില്ല സീതേ. രാഹുലിനെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താൻ അവന്റെ മനസ്സ് അനുവദിക്കില്ല. പാവത്തിന് പേടി കാണും. കുട്ടിമണിയെ തിരിച്ചു കിട്ടാനായിട്ട് നമ്മൾ രാഹുലിനെ അങ്ങനെ അംഗീകരിക്കുമെന്ന്. സിജൻ അത്ര വില കുറഞ്ഞ രീതിയിലൊന്നും ചിന്തിക്കില്ല ബാലേട്ടാ. എന്തായാലും സിജൻ രാഹുലിന്റെ ഫോൺ നമ്പർ പോലും തരില്ല. നീ കലയോട് ചോദിക്ക് അവന്റെ വീട് എവിടെയാണെന്ന്. ശരി, ഞാൻ ചോദിച്ചു നോക്കാം. എന്നാ ഞാൻ പോയിട്ട് വരാം. അയ്യോ, ബാലേട്ടൻ മൊബൈൽ മറന്നല്ലോ. ബാലേട്ടാ, ബാലേട്ടാ, ബാലേട്ടാ. പോയി. ബാലേട്ടൻ എവിടെയാ പോയത് സീതെടുത്തി? കുറച്ച് കാശ് എടുക്കാനായിട്ട് പോയതാ. ഓണമൊക്കെ വരുമല്ലേ. ഓ, അല്ല, വയ്യാതിരിക്കുന്ന ബാലേട്ടനെ എന്തിനാ സീതെടുത്തി പുറത്തു വിട്ടത്? നല്ല ആരോഗ്യമുള്ള സാധാരണ മനുഷ്യർക്ക് പോലും ആ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ ബാലേട്ടന്റെ കാര്യം പറയണോ? ബാലേട്ടൻ ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. 2 ദിവസമായിട്ട് സ്കൂട്ടർ മുറ്റത്തൂടി ഓടിച്ച് പരിശീലിക്കുന്ന നീ കണ്ടതല്ലേ? എന്നിട്ട് എന്തെല്ലാം ആരോഗ്യക്കുറവ് തോന്നിയോ? അതില്ല, എന്നാലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട എന്നാണല്ലോ. ഇനി ഈ വീട്ടിലൊരാപത്ത് വരുന്നത് കാണാൻ ഈ കലമൊക്കെ വയ്യ സീതെടുത്തി, അതുകൊണ്ട് പറഞ്ഞത്. ഇനി ഒരാപത്തും ഈ കുടുംബത്തിൽ വരില്ല. നീ വെറുതെ നാവ് വളയ്ക്കണ്ട. അയ്യോ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി പണം എടുക്കായിരുന്നു, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പണം എടുക്കാനൊന്നും നിന്റെ സഹായം ആവശ്യമില്ല. പിന്നെ സഹായം ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞാ നീ സഹായിക്കൂ. എന്താ സംശയം? സീതെടുത്തി പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. കുട്ടിമണി ഇപ്പൊ എവിടെയാ ഉള്ളേന്ന് ഞങ്ങൾക്കറിയണം. അയ്യോ, കുട്ടിമണി എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നുണ പറയണ്ട കല്ലേ. കുട്ടിമണിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നീ ഏൽപ്പിച്ച രാഹുൽ എന്ന ചെറുപ്പക്കാരൻ അവളെ മാണിക്യമംഗലത്തുനിന്ന് കടത്തിയ കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ മനസ്സിജൻ പറയുന്ന ഇല്ല കഥകളാ സീതെടുത്തി. ശരി, സമ്മതിച്ചു. രാഹുലൻ എന്നൊരാളെ നിനക്കറിയാലോ, അത് നീ നിഷേധിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാ രാഹുലിന് ചെറിയ പരിചയമുണ്ട്. അയാളുടെ വീട് എവിടെയാണെന്ന് നിനക്കറിയോ? അയ്യോ ഇല്ല സീതെടുത്തി, എനിക്കറിയില്ല. അയ്യോ സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. ഒരു ചെറിയ ബിൽഡപ്പ് നടത്തിയ അമ്മയെ വിളിക്കാൻ ഫോൺ കൈ കിട്ടും. സീതെടുത്തി,
സീതർത്തി ഒന്ന് വരുമോ? രാഹുലിനുമായി എന്നെക്കാൾ കൂടുതൽ പരിചയമേ അമ്മയ്ക്കാ. അമ്മയെ വിളിച്ച് ചോദിച്ചാ അയാളുടെ വീട് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഈ ഫോണെന്ന് തന്നാ ഞാൻ വിളിച്ചു ചോദിക്കാം. നീ വിളിക്കുന്നത് അമ്മയെ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം? സീതടുത്ത് വിളിച്ചിട്ട് എനിക്ക് തന്നാ മതി. ശരി, ഞാൻ വിളിച്ചിട്ട് നിനക്ക് തരാം. എടാ സതി. എന്താ മാഡം? എടാ വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചാ കാശ് കിട്ടുന്ന ഒരു സ്ഥലം പറയടാ. ഞാൻ പറഞ്ഞ സ്ഥലമൊന്നും മാഡത്തിന് പിടിച്ചില്ലല്ലോ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അത് നീ പറഞ്ഞിടത്തൊക്കെ നക്കാപ്പിച്ച കാശല്ലേ തരൂ, പിന്നെന്ത് ചെയ്യും? മാഡം, വണ്ടി കൊടുക്കാനാണെങ്കിൽ പറ്റിയ പാർട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. RC ബുക്ക് പണയം വെച്ചാ ഈ വണ്ടിക്ക് 4 ലക്ഷം രൂപയിൽ കൂടുതലൊന്നും കിട്ടില്ല. 6 ലക്ഷമെങ്കിലും കിട്ടണമെന്നാ എന്റെ ഒരിത്. വിറ്റാ തന്നെ 5-6 ലക്ഷം കിട്ടൂ. പിന്നെ എങ്ങനെ മാഡം RC ബുക്ക് പണയം വെച്ചാൽ 6 ലക്ഷം രൂപ കിട്ടുന്നത്? ആ എരപ്പാളി ബാലനാണല്ലോ വിളിക്കുന്നത്. മോനെ ബാല, പിന്നെയും ചീത്ത വിളിക്കാനാണോ വിളിച്ചത്? ബാലേട്ടനല്ല, ഞാൻ സീതയാ. ഞാൻ ഫോൺ കലക്കി കൊടുക്കാം. അമ്മേ, അതെ, സ്പീക്കർ ഫോൺ ഓൺ ചെയ്തിരിക്കുവാ കേട്ടോ. ഓ മോളെ, അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മ ഒന്നും പറയണ്ട, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാ മതി. അതെ അമ്മേ, രാഹുലിന്റെ വീട് എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? അവന്റെ വീട് എന്തിനാ ഞാൻ അറിയുന്നേ? അല്ല, സീതയിടത്തേക്ക് വേണ്ടിയാ. അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ അമ്മേ? അറിയാൻ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ മോളെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അയ്യോ അമ്മേ, സ്പീക്കർ ഫോൺ, സ്പീക്കർ ഫോൺ. എന്ത് സ്പീക്കർ ഫോൺ ആണെന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കിത് പറഞ്ഞേ പറ്റൂ. അമ്മ പറ. മോളെ, നീ ഭയന്നത് പോലെ നിന്റെ ഫോൺ ആ കുപ്പച്ചി തള്ള മനസ്സിന്റെ കൈ തന്നെയാ കൊടുത്തു വിട്ടത്. അവനെന്നെ വെല്ലുവിളിച്ചു. മെമ്മറി കാർഡിന്റെ ലോക്ക് അയച്ച് നിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തൂന്ന് പറഞ്ഞു. ഹലോ ഹലോ മോളെ, ഫോൺ ഇങ്ങോട്ട് തരാൻ മര്യാദയ്ക്ക് തരാനാ നിങ്ങളോട് പറഞ്ഞത്. ഇല്ല, ഒരിക്കൽ വിളിച്ചത് തന്നെ എനിക്ക് പറ്റിയ അബദ്ധ. ഫോൺ സ്പീക്കറിലിടാൻ തോന്നിച്ചതേ ദൈവമാ. അമ്മയുടെയും മോളുടെയും ഗൂഢാലോചന അതോടെ ബോധ്യമായല്ലോ. എടി, ഞങ്ങൾ അറിഞ്ഞതിലേറെയായിട്ട് എന്ത് രഹസ്യമാ കലേ ഇനി ആ മെമ്മറി കാർഡിലുള്ളത്? പല രഹസ്യങ്ങളും കാണും. അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ ഫോൺ മനസ്സിന് കൈമാറിയതിന് നിങ്ങൾ എല്ലാവരും അനുഭവിക്കും, ശരിക്കും അനുഭവിക്കും. എന്റെ പേര് മതികലാന്നാണെങ്കിൽ വയലോരം വീട്ടിലെ എല്ലാത്തിനെയും പച്ചമണ്ണ് തീറ്റിക്കും ഞാൻ. കളിയുടെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോവാണെന്ന് നിങ്ങൾ എല്ലാവരോടും പോയി പറഞ്ഞേക്ക്, എല്ലാ ചെറ്റകളോടും. ഇനി നടക്കാൻ പോകുന്നതേ കലാശക്കൊട്ടാണെന്നും. കലയുടെ ഫോൺ സിജന്റെ കയ്യിലാ ഉള്ളേന്ന് അവൾ അറിഞ്ഞു. അറിഞ്ഞാലെന്താ കുഴപ്പം? അവള് നമ്മളെ പിടിച്ച് വിഴുങ്ങോ? അതറിഞ്ഞതോടെ അവളുടെ ഭാവം മാറി. എന്തൊക്കെയോ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. എങ്കിൽ ഞാൻ അവളെ ശരിപ്പെടുത്തും. വേണ്ട, വഴക്കിന് പോകാൻ വേണ്ടി പറഞ്ഞതല്ല. നീ പേടിക്കാതെ മക്കളെ, എന്റെ അടുത്ത് അവളെ ഒരു വേലത്തരവും നടക്കൂല. അതൊക്കെ പഴയ കഥ. ഇന്നലെ വരെ എന്റെ മുമ്പിൽ തുള്ളിയ തുള്ളല് ഇന്ന് തുടങ്ങിയ കുപ്പച്ചത്തുള്ള ചവിട്ടി നിങ്ങളുടെ എല്ലൊടിച്ചിട്ട് ഞാൻ പോകും. നീ പോകാനിറങ്ങിയതാണോ? എങ്കിൽ പിന്നെ നീ എന്റെ എല്ലൊടിച്ചോ. എന്റെ ചവിട്ടം പ്രതീക്ഷിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണ്ട. ചവിട്ടേണ്ട സമയത്ത് തന്നെ മതികളെ ചവിട്ടിക്കോളും. ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഇരുളിൽ നിന്നൊരു വാൾത്തലയുടെ മിന്നലാട്ടം പ്രതീക്ഷിച്ചിരുന്നോ വയലോരം വീട്ടിലെ ഓരോ ചെറ്റകളും?
പോയത് രക്തദാഹിയായ പഴയ കലയാ. ഇനി എന്തൊക്കെ നടക്കുന്ന ദൈവത്തിന് തന്നെ അറിയാം അപ്പച്ചമ്മ. ഇവിടെ താമസിക്കുമ്പോഴും അവള് രക്തദാഹി തന്നെയായിരുന്നു മോളെ. അവള് നേരെ ആവില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അല്ല, നിനക്കും അപ്പച്ചിയമ്മയോടല്ലായിരുന്നല്ലോ, കൊലമോളോടല്ലായിരുന്നോ വാത്സല്യം? മോന്റെ പേരെന്താ? മിസ്റ്റർ ബാലചന്ദ്രൻ? അതെ, ഞാനാ ബാലേന്ദ്രൻ. സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞ കേസാണെന്ന് സൂപ്രണ്ട് സാർ പറഞ്ഞു. കുഞ്ഞിന്റെ ആരാ? അച്ഛനാ, എന്റെ മോനാവൻ. എപ്പോഴും കരച്ചില്ല കുഞ്ഞ്. പിഞ്ചു കുരുന്നുകളെ നടുക്ക് നിർത്തി നിങ്ങൾ രക്ഷിതാക്കൾ കേസ് നടത്തിയാൽ എങ്ങനെയാ നന്നാവുന്നത്? കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിന് വല്ല അസുഖം വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ ഗതികേടുകൊണ്ടാ മേഡം അവനിങ്ങനെ ആയിപ്പോയത്. ഒക്കെ വലിയ കഥകളാ, ഞാൻ പറയാം. നിങ്ങളുടെ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. കുഞ്ഞിനെ അന്വേഷിച്ച് വരാൻ തോന്നിയത് ഇപ്പോഴാണല്ലോ. ചെയ്യുന്നത് മഹാക്രൂരതയാണെന്ന് പറഞ്ഞിട്ട് അവനെ കാണിക്കാന്ന് കരുതി. ഒരുപാട് അഗതികൾ ഇവിടെയുണ്ട്, ഇനിയും ഒരുപാട് പേര് വരും. പക്ഷെ ഇത്രയ്ക്കൊരു പൊടിക്കൊച്ച് എനിക്ക് പോലും സഹിക്കാനാവുന്നില്ല അവന്റെ കരച്ചില്. ഞാനവനെ കൊണ്ടുവരാം. മോനെ, മോൻ അച്ഛനെ തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. ഇനി കരയല്ലേ മുത്തേ, അച്ഛൻ വന്നില്ലേ? പിന്നെന്താ? ഇവന് ഞങ്ങൾ ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല. എന്താ വിളിക്കേണ്ടത്? കുട്ടാപ്പു. കുട്ടാപ്പു. ഇനി അങ്ങനെ വിളിക്കാം. മേഡം, ഞാനിവനെ കൊണ്ടുപോയിക്കോട്ടെ? ഇവനെ ഞാൻ നോയിക്കോളാം. അതൊന്നും പറ്റില്ല മിസ്റ്റർ ബാലചന്ദ്രൻ. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് പോലീസും കോടതിയാണ്. കോടതി ഉത്തരവില്ലാതെ ആർക്കും ഇവനെ കൈമാറാനാവില്ല. അറിയാം മേഡം, എന്നാലും എനിക്ക് തന്നൂടെ ഇവനെ? നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനിവിടെ എത്തിച്ചോളാം. ഞാൻ വെറും ജോലിക്കാരിയാ, എന്നെ കുഴപ്പത്തിലാക്കരുത്. CI സാർ വിളിച്ചു പറഞ്ഞതുകൊണ്ടാ കാണാൻ തന്നെ അനുവാദം തന്നത്. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലീസിന്റെ അനുവാദം വേണ്ട ദുരവസ്ഥയായിപ്പോ എനിക്ക്. ഈ നിമിഷം അങ്ങ് ചത്തുപോകണം എന്റെ ആഗ്രഹം. വിഷമിക്കാതിരിക്കൂ. നിങ്ങളുടെ കണ്ണീര് കാണാതിരിക്കാൻ ഒരു ദൈവത്തിനും ആവില്ല. പ്രാർത്ഥനയോടെ കാത്തിരിക്കൂ, അനുകൂലമായ തീരുമാനം ഉണ്ടാവാൻ. കുട്ടാപ്പൂനെ ഇങ്ങ് തന്നേക്കൂ. അധിക സമയം കയ്യിൽ കൊടുക്കണ്ടെന്ന് സൂപ്രണ്ട് സാർ പറഞ്ഞിരുന്നു. പ്ലീസ് ഇങ്ങ് തരൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതിൽ വിരോധമില്ല. ഞാൻ സൗകര്യം ചെയ്തു തരാം. അച്ഛൻ പോയിട്ട് പിന്നെ വരടാ കുട്ടാപ്പു. കുട്ടാപ്പു കരയില്ലടാ. പൊന്നു പോലെ നോയിക്കൊള്ളേ. തീർച്ചയായും. കരയില്ലടാ വാവേ, കരയില്ലടാ. എടാ പോനെ, കരയിലടാ പൊന്നു പോനെ. അച്ഛൻ വന്നില്ലേ? കരയല്ലേ, കരയിലടാ. ഇങ്ങ് തന്നേക്ക്.
അച്ചു കരയല്ലടാ. ഇവിടെ മതി. ഒരു മിനിറ്റ്. ആ. അമ്മേ, ഓട്ടോയുടെ കാശ് കൊടുത്തേക്ക്. എത്രയായി? 80 രൂപ. പിന്നെ നിങ്ങളുടെ ഈ കുട്ടി ഫോൺ വിളിച്ച കാശും. ദാ, ബാക്കി തരണ്ട. പകരം തന്റെ ഫോൺ ഒന്നുകൂടി താ. ദാ. എന്തിനമ്മേ ഫോൺ? ആവശ്യമുണ്ട്. അല്ല, ആരെയാ വിളിക്കുന്നേ? നീ മിണ്ടാതിരിക്കെ. ഒരു ചെറിയ സൂത്രപ്പണിയുണ്ട്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. മൊബൈൽ കമ്പനിക്കാര് ഏതെങ്കിലും ഓഫർ പറയാൻ വിളിക്കുന്നതായിരിക്കും. അല്ല, ആത്മാർത്ഥമായി നമ്മളെയൊക്കെ വിളിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഹലോ, മിസ്സസ് ശീലാവതി അല്ലേ? അതെ, മിസ്സസ് ശീലാവതിയാ സംസാരിക്കുന്നേ. ഇത് കുഞ്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്നാ വിളിക്കുന്നത്. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നവരുടെ പേരുകൾ നറുക്കിട്ട് എല്ലാ മാസവും സമ്മാനങ്ങൾ നൽകുന്ന കാര്യം അറിയാമല്ലോ. കഴിഞ്ഞ മാസത്തെ ഭാഗ്യശാലി നിങ്ങളാ. ദൈവമേ, ഞാനോ? എന്താ എന്താ എനിക്കുള്ള സമ്മാനം? 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. 10,000 രൂപയോ? വൗച്ചറൊന്നും വേണ്ട, കാശായിട്ട് തന്നാ മതി. ബില്ലിൽ കാണുന്ന വീട്ടുപേര് മാണിക്യമംഗലം എന്നാ. ഒന്ന് ഫുൾ അഡ്രസ് പറഞ്ഞേ. അയ്യോ, അഡ്രസ് മാറി. ഞാനിപ്പോ മാണിക്യമംഗലത്തല്ല, വേറെ മംഗലത്താ. ബ്രഹ്മശ്രീ മംഗലത്ത്. ശരി, അഡ്രസ് പറയൂ. ശീലാവതി, കെയർ ഓഫ് ജ്ഞാനാംബിക അന്തർജനം, ബ്രഹ്മശ്രീ മംഗലം. ശരി, നിങ്ങളുടെ സമ്മാനം കയ്യോടെ എത്തിക്കാം കേട്ടോ. അല്ല, ഈ സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്താന്നാ പറഞ്ഞേ? നിന്റെ അമ്മമ്മയുടെ നായരുടെ സൂപ്പർ മാർക്കറ്റ്. വെച്ചിട്ട് പോടി. ഹലോ ഹലോ, നിന്റെ അമ്മമ്മയുടെ നായരുടെ സൂപ്പർ മാർക്കറ്റ്. ആരെങ്കിലും സൂപ്പർ മാർക്കറ്റിന് ഇത്ര വൃത്തികെട്ട പേരിടുമോ? ഇടുമായിരിക്കും. അമ്മ, പ്രാണവേദനയോടെ ഞാൻ ഓടി വന്നപ്പോ അമ്മ എന്താ ശീലവതി വിളിച്ച് തമാശ കളിക്കുവാണോ? നീയല്ലേ പറഞ്ഞേ രാഹുലിന്റെ അഡ്രസ് വേണമെന്ന്? അതിന് ഈ വഴിയെ കണ്ടുള്ളൂ. ശീലവതി വിളിച്ച എങ്ങനെയാ രാഹുലിന്റെ അഡ്രസ് കിട്ടുന്നേ? എന്റെ മോളെ, അവളിപ്പോ അവന്റെ കൂടെ പോയിരിക്കുക. നേരെ ചോദിച്ചാ അവള് രാഹുലിന്റെ അഡ്രസ് തരില്ല. അതിനല്ലേ ഞാൻ ഇങ്ങനൊരു നമ്പർ ഇട്ടെ. അവൾക്ക് പരിചയമില്ലാത്തൊരു നമ്പർ കിട്ടിയത് നന്നായി. നെയ്യാറ്റിൻകര ഔവയാർ തെരുവിലുണ്ടെന്ന് രാഹുലിനും കുട്ടിമണിയും. ഔവയാർ തെരുവ്. കുട്ടിമണി ഉള്ളിടത്ത് മീനിന്റെ മണം പിടിച്ച് പൂച്ച എത്തുന്നത് പോലെ മനസ്സുജനും ഉണ്ടാവും അല്ലേ? എന്താ സംശയം? അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ ഫോൺ തിരിച്ചു പിടിക്കണം. മെമ്മറി കാർഡ് ഏത് സർവീസിംഗ് സെന്ററിലാ ഏൽപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടുപിടിക്കണം. വേണം. അതിനാ വയലോരം വീട്ടിലെ സകല നാടകങ്ങളും ഉപേക്ഷിച്ച് ഞാൻ പുറത്തിറങ്ങിയത്. ഈ കളിയിൽ തോറ്റുപോയ സകലതും തീർന്നു. കഥയുടെ ക്ലൈമാക്സിൽ വില്ലെത്തി ജയിലിലായി. സൽപുരുഷന്മാർക്കും സത്സ്ത്രീകൾക്കുമെല്ലാം ശുഭാന്ത്യം വന്ന് ഭവിക്കും. അതുണ്ടാവാൻ പാടില്ല. അതിലും നല്ലത് ഒരു ചോരക്കളി തന്നെ. നല്ലവരൊക്കെ ചത്തുവീണ് കെട്ടവരൊക്കെ ജയിക്കണം. അതാണല്ലോ ഈ കാലത്തിന്റെ നീതി. അതെ, സഞ്ജുവും ശിവയും ഒക്കെ വീണ്ടും കളത്തിലിറങ്ങാൻ നേരമായി. ശിവ എവിടെയുണ്ട്? കിട്ടിയവന്? ഇല്ല മോളെ, പഴയ നമ്പറുകൾ ഒന്നും നിലവിലില്ല. സഞ്ജു വിളിച്ചിട്ടും അവനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. പുതിയ നമ്പർ എടുത്താൽ അവൻ ആദ്യം നിന്നെ വിളിക്കാനേ സാധ്യതയുള്ളൂ. എന്നെ വിളിച്ചാലും അവനാവില്ലേ ഫോൺ എടുക്കുന്നത്? മനസ്സുജൻ. പടയൊരുക്കത്തിൽ സഞ്ജു മാത്രമേ ഉള്ളൂ നമുക്കൊപ്പം. നമുക്ക് ആ ബാസ്റ്റിനെ വിളിച്ചാലോ മോളെ? അത് വേണ്ടമ്മേ. അയാളുടെ അപ്രോച്ചില് ഒരു മാറ്റം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു പഞ്ചാര ലൈൻ. തൽക്കാലം അയാളെ ഇത്തിരി അകറ്റി നിർത്തുന്നതാ ബുദ്ധി. വെറുതെ ഒരു പ്രശ്നം ഉണ്ടായ കോരണക്കുറ്റി തീർത്ത് ഞാനൊന്ന് പൊട്ടിക്കും. എന്തിനാ ഒരു ശത്രുവിനെ കൂടി വെറുതെ? അത് ശരിയാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സിം കാർഡും മൊബൈലും വേണം. എന്താ വഴി? എന്റെ കയ്യിൽ പൈസ തീരെ കുറവാ. സ്വർണം മുഴുവൻ പണയത്തില. സാരമില്ല,
തൽക്കാലം പണയം എടുത്ത് നമുക്കത് വിൽക്കാം. കാശിന് കാശ് തന്നെ വേണേ. പണയമെടുക്കാനും പണം വേണ്ടേ മോളെ? എടുത്താലല്ലേ വിൽക്കാൻ പറ്റൂ. ഈ പണയം എടുത്ത് വിൽക്കാൻ സഹായിക്കുന്ന ജ്വല്ലറികളുണ്ട്. വില ഇത്തിരി കുറയുന്നേ ഉള്ളൂ. അമ്മ എന്തായാലും വാ, ഒരു ഫോൺ കിട്ടിയാലേ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. കേൾക്കും. എടീ എടീ, എവിടെ പോയി വിളിച്ചാലും നിന്നെ വിടില്ലടി. എടീ, അയ്യോ, എന്താ മക്കളെ, എന്താ പ്രശ്നം? എവിടെ അവള്? ഈ കുടുംബം തകർത്ത പിശാച് എവിടെ? അവളെ ഇന്ന് കൊല്ലും ഞാൻ. അയ്യോ, അവള് ദേഷ്യപ്പെട്ടിറങ്ങി പോയി മക്കളെ. എവിടേക്ക്? അതൊന്നും പറഞ്ഞില്ല. ഫോൺ മനസ്സിന്റെ കയ്യിലാണെന്ന് അവൾ അറിഞ്ഞു. അതോടെ പെട്ടു നമുക്ക് മനസ്സിലായി. എവിടെ പോയാലും ഞാൻ തേടിപ്പിടിക്കും, കൊല്ലും ഞാൻ അവളെ. മക്കളെ, എന്താ നിനക്ക് ഇത്ര ദേഷ്യം? നിന്നെ സങ്കടപ്പെടുത്തുന്ന എന്താ ഉണ്ടായത്? ഞാൻ കണ്ടു അപ്പച്ചിയമ്മേ, നമ്മുടെ കുട്ടാപ്പനെ ഞാനിന്ന് കണ്ടു. അവനെ തിരിച്ചറിയാൻ എനിക്കൊരു DNA ടെസ്റ്റും വേണ്ട. എന്നെ അറിയാൻ അവന് എന്റെ നെഞ്ചിൽ ചൂട് മാത്രം മതി. അപ്പച്ചിയമ്മയ്ക്കറിയാവോ, ഞാനൊന്ന് തൊട്ട നിമിഷം അവൻ കരച്ചിൽ നിർത്തി. തിരിച്ചേൽപ്പിച്ചപ്പോ അപ്പൊ വീണ്ടും കരച്ചില്. ഈശ്വരാ, പോകല്ലേ അച്ഛന്ന് അവൻ പറഞ്ഞത് ഞാൻ കേട്ടു അപ്പച്ചമ്മേ. അത് തന്നെ നമ്മുടെ കുഞ്ഞ്. പാടാ, നമുക്ക് അങ്ങോട്ട് പോകാം. കുഞ്ഞിനെ തരാൻ പറയാം. തന്നില്ലെങ്കിൽ ചാവുന്നത് വരെ ഞാൻ അനാഥാലയത്തിന് മുന്നിൽ പട്ടിണി കിടക്കും. എടുത്തിയാടി ഒന്നും ചെയ്യേണ്ടെന്ന മുംതാസ് മാഡം പറഞ്ഞത്. അവരുടെ അന്വേഷണം അവസാന ഘട്ടത്തില. ഒരാഴ്ച കൂടി സമയം കൊടുക്കണം അവര് പറഞ്ഞത്. അവർക്ക് അങ്ങനെയൊക്കെ പറയാം. പോയത് നമ്മുടെ കുഞ്ഞ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ അവൻ ഇവിടെ എത്തിക്കണം. അതാ നമ്മുടെ ആവശ്യം. ബാലേട്ടൻ വന്നോ? പൈസ എടുത്തോ? കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയോ? എടുത്തു, എല്ലാം ഏർപ്പാടാക്കി. ഉടൻ തീരുമാനം ഉണ്ടാവും. ഇവിടുത്തെ വിശേഷം അറിഞ്ഞായിരുന്നോ? കല ഇറങ്ങിപ്പോയി. അപ്പച്ചിയമ്മ പറഞ്ഞു. ഇനി എല്ലാം നേരെയാവും ബാലേട്ട. ബാലേട്ടൻ കാലത്ത് പറഞ്ഞതുപോലെ നന്മകളുമായ ഈ ഓണം വരുന്നത്. ഇരിക്ക്. ഡോക്ടർ മുംതാസ് ഭാനു. ഈ സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസിനോട് എല്ലാം തുറന്നു പറയല്ലേ? ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല മാഡം. കുഞ്ഞു മരിച്ചു പോയിന്ന് കുട്ടിമണിയോടും ബന്ധുക്കളോടും കള്ളം പറഞ്ഞു, അത്രേ ഉള്ളൂ. നിർത്തടി റാസ്കൽ. ചെറിയ കള്ളം പറഞ്ഞു പോലും. നിന്നെ കൊണ്ട് കള്ളം പറയിച്ചവരുടെ ലക്ഷ്യം എന്തായാലും നല്ലതല്ലെന്ന് നിനക്ക് അറിയായിരുന്നില്ലേ? ഇല്ലടി, നീ ഒരു അമ്മയല്ലടി. സ്വന്തം കുഞ്ഞിനെ ഇറച്ചി വിലക്ക് തൂക്കി വിൽക്കാൻ നീ തയ്യാറാവൂടി? പറയടി. ചെയ്തത് തെറ്റ് തന്നെയാ, സമ്മതിക്കുന്നു മാഡം. എന്നെ രക്ഷിക്കണം. പത്രക്കാരും ചാനലുകാരും ഒക്കെ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബം നശിക്കും.
നിന്നെ പോലുള്ളവര് കുടുംബത്തിൽ നിന്ന് ഒഴിയും തടി ആ വീടിന് നല്ലത്. അല്ലെങ്കിൽ സ്വന്തം പെൺമക്കളെ വരെ നക്കാപ്പിച്ച കാശിന് കൂട്ടിക്കൊടുക്കും നീ. ഡിവൈഎസ്പിയുടെ മക്കളൊക്കെ ഇടപെട്ട് കേസായതുകൊണ്ട് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ ചെയ്തു പോയത്. പൊറുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ചെയ്തോടി, ഭൂമിക്ക് ഭാരമായി നീ ജീവിക്കണ്ട. പക്ഷേ ചാർജ് ഷീറ്റ് തയ്യാറാക്കി കേസ് കോടതിയിൽ എത്തും വരെ നീ ആത്മഹത്യ ചെയ്യില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഓരോ നിമിഷവും നീ ചിന്തിക്കും, മരണമായിരുന്നു ഇതിലും ഭേദമെന്ന്. മൂന്നാം മുറാന്ന് നീ കേട്ടിട്ടല്ലേ ഉള്ളൂ, അനുഭവിപ്പിച്ചു തരാം. അത് കഴിയുമ്പോ വരുന്ന ജന്മങ്ങളിൽ പോലും നിനക്ക് തെറ്റ് ചെയ്യാൻ തോന്നില്ല. രഞ്ജിനി പെങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിൽ എന്തെങ്കിലുമൊക്കെ നടക്കും മനസ്സുജമ്പായി, അക്കാര്യം എനിക്ക് ഉറപ്പാ. മതികലയായുള്ള രഞ്ജിനിയുടെ ഇന്നത്തെ പകർന്നാട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ നമ്മുടെ പ്ലാൻ ക്ലൈമാക്സിലേക്ക് വർക്കൗട്ട് ആവണമെങ്കിൽ മെമ്മറി കാർഡിൻ്റെ ലോക്ക് കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രഹസ്യങ്ങളുടെ താക്കോല ആ മെമ്മറി കാർഡ്. കാണികൾ അറിഞ്ഞ കഥ ആട്ടക്കാരറിയുന്നത് ആ പൂട്ട് തുറക്കുമ്പോഴായിരിക്കും. അങ്ങനെയാ എൻ്റെ മനസ്സ് പറയുന്നത്. ഭായ്, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുക. എന്താ ഉദ്ദേശം? വ്യക്തമായ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ല. എന്തൊക്കെയോ ചിതറിയ ചില ചിന്തകൾ അതിന് രൂപപ്പെട്ടു വരണം. ആ കുട്ടിയൊന്നു മതികല റെഡിയായി വന്നിട്ടുണ്ടേ. എന്താണാവോ ഡ്യൂട്ടി? ബാസ്റ്റി മതികലക്ക് അയച്ച മെസ്സേജുകൾ ഞാൻ പെങ്ങക്ക് അയച്ചിരുന്നല്ലോ. അതൊക്കെ വായിച്ചിട്ട് എന്തു തോന്നി? പിച്ചളെ ആങ്ങള ആ ചെയ്തത് മഹാ മോശമായി പോയിട്ടോ. ഒരാങ്ങളെ പെങ്ങൾക്ക് അയക്കാവുന്ന മെസ്സേജുകളാണോ അതൊക്കെ? അല്ലാതെ ഞങ്ങൾക്കറിയാം. എന്നാലും മതികല മാടത്തോട് വിശ്വസ്ത വിധേയനായ സേവകന് തോന്നിയ വികാരം അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാ പിച്ചള മെസ്സേജൊക്കെ രഞ്ജിനിക്ക് ഫോർവേഡ് ചെയ്തത്. മനസ്സിലായി. കൂടെ നിൽക്കുന്നവരുടെ ഇത്തരം ചീപ്നെസ്സിനോട് പിടിച്ചു നിൽക്കുന്ന മതികലയെക്കുറിച്ച് ഓർത്തപ്പോ സത്യത്തിൽ എനിക്ക് ബഹുമാനാ തോന്നിയത്. അവൾ ആ പെണ്ണ് ഇത്തരത്തിൽ ആണായി പിറന്ന എത്ര എണ്ണത്തിനെ അവള് വാലാക്കി നിർത്തിയിട്ടുണ്ട്. അവളെ പൂവിട്ട് പൂജിക്കണം. ശരിയാ. വെളിച്ചം കാണുമ്പോ പറന്നടക്കുന്ന ഈയാൻ പാറ്റകളാ അവൾക്ക് പുരുഷവർഗം. ഈ മനസ്സിനെ അക്കൂട്ടത്തിൽ പെടുത്തിയതാ അവൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അതവള് മനസ്സിലാക്കും ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും. അത് വിട്, നമ്മുടെ പ്ലാൻ പറ. ഇക്കാലത്തിനിടയിൽ മതികലയെ വിളിച്ചത് 4 പേരാ. അതിൽ ആദ്യത്തെ പേര് ബാസ്റ്റിന്റെ, പിന്നെ ജലജ, മതികലയുടെ അമ്മ. അവർക്കുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തു കഴിഞ്ഞു. ബാക്കി 2 പേരാരൊക്കെയാ? ഒരാൾ സഞ്ജു, മതികലയുടെ അങ്കിളിന്റെ മകൻ. പല പ്രാവശ്യം വിളിച്ചിരുന്നു. എന്നാലും തൽക്കാലം അയാളെ തിരിച്ചു വിളിക്കുന്നത് റിസ്കാ. വൈ? റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്നതിലൊരു ത്രില്ലില്ലേ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജലജയ്ക്ക് മറുപടി കൊടുത്ത കാര്യം. ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ തുറന്നു പറഞ്ഞ് വെല്ലുവിളിച്ചു. സഞ്ജുവിനോട് ചിലപ്പോ അവരാ കാര്യം പറഞ്ഞേക്കാം. അതുകൊണ്ടാ സഞ്ജുവിനെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്താ മാഷ ഇത്? ഈ മതികല കൂടെയുള്ളപ്പോ എന്തിനാ ഫോൺ കയ്യിലുണ്ടെന്ന രഹസ്യം വേറെ ആളോട് പറഞ്ഞത്? മഹാമോശമായിപ്പോയി. പിന്നീട് എനിക്കും അത് തോന്നി. ഇത്തിരി ആവേശം കൂടിപ്പോയി. കൈവിട്ട ആയുധം പോലെയാ വാവിട്ട വാക്കെന്ന് ഓർത്തില്ല. പോട്ടെ. ആരാ മതികലയെ വിളിച്ച 4-മൻ? ശിവ. ശിവ എന്ന് വിളിക്കുന്ന ശിവപാണ്ഡ്യ പെരുമാൾ, എ നൊട്ടോറിയസ് ക്രിമിനൽ, കേരള പോലീസിന്റെ പിടികിട്ടാപ്പുള്ളി. മനസ്സിലായി. പിച്ചളയാങ്ങളെ പഴയ കഥകൾ പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ തെളിഞ്ഞ പേരാത്. അവനാ മതികലയുടെ ചാവേർ. പിടിച്ചു കെട്ടിയിട്ട് അയ്യപ്പൻകുട്ടി സാറിന് കൈമാറിയതാ ഞങ്ങള്. പക്ഷേ ഈ ശിവരഞ്ജിനി ആദ്യം ശിവപാണ്ഡ്യ പെരുമാളെ തന്നെ വിളിച്ചാലോ? ഒരു പിടികിട്ടാപ്പുള്ളിയെ വിളിക്കുന്നതിന് ത്രില്ല് ഇത്തിരി കൂടുതലാ. വിളിക്കി രഞ്ജിനി പെങ്ങളെ, അവന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. മധുരയെന്ന് 2 ദിവസം കഴിഞ്ഞ വരുന്നു. കുറച്ച് കാശ് വേണമെന്ന് അവ മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞു. എടുത്തില്ലല്ലോ. എങ്കി പിന്നെ അടുത്തത് വിളിക്ക്. ബാസ്റ്റിൻ. അയാൾ അയച്ച വഷളൻ മെസ്സേജുകൾ ഓർമ്മിച്ചുകൊണ്ട് വിളിക്ക് പെങ്ങളെ. ഹലോ മാഡം. മാഡം എന്നൊക്കെ വിളിക്കും, പക്ഷെ അയക്കുന്ന മെസ്സേജൊക്കെ വായിച്ചാ
മനുഷ്യന്റെ തൊലി ഉരിയും. ബാസ്റ്റിനാള് കൊള്ളാലോ. നമുക്കൊന്ന് കാണണ്ടേ മാഡം? കാണാം. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു സഹായം കൂടി വേണം. ഇത്തിരി വലിയ സഹായം. എന്താണെങ്കിലും പറഞ്ഞോളൂ മാഡം, നമുക്ക് ശരിയാക്കാം. ബാസ്റ്റിന് ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല, മാഡം പറഞ്ഞോളൂ. ബാസ്റ്റിനെ കൊണ്ട് തനിച്ച് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇത്തിരി കൂടി പിടിപാട് വേണ്ട കേസാ. മാഡം, എന്റെ കഴിവ് കുറച്ച് കാണരുത്. DNA ടെസ്റ്റ് പോലൊരു പരിശോധനയിൽ കൃത്രിമം കാണിച്ച് രാഖി രാമാന് റിസൾട്ട് അട്ടിമറിക്കാമെങ്കിൽ ഈ നാട്ടിൽ എന്ത് നടക്കും മാഡം?